ദർശനം കഴിഞ്ഞിറങ്ങുന്ന ഭക്തജനങ്ങൾക്ക് നടപ്പന്തലിലെത്താതെ തിരിച്ചിറങ്ങാനുള്ള സംവിധാനമാണ് ബെയിലി പാലം ഒരുക്കിയിരിക്കുന്നത്. 90 ലക്ഷം രൂപ ചെലവിൽ കരസേനയുടെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയത്. ബെയിലി പാലത്തിലൂടെ സഞ്ചരിക്കാൻ അയ്യപ്പന്മാരുടെ സൌകര്യാർത്ഥം മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപം പ്രത്യേക അരവണ കൌണ്ടറും ദേവസ്വം ബോർഡ് തുറന്നിരുന്നു. ഇവിടെ നിന്നും പ്രസാദം വാങ്ങുന്നവർ ബെയിലി പാലം വഴി ചന്ദ്രാനന്ദൻ റോഡിലെത്തുമെന്നായിരുന്നു പ്രതീക്ഷ. ഇതിലൂടെ നടപ്പന്തലിലെ തിരക്കൊഴിവാക്കാൻ കഴിയുമെന്നും ബോർഡ് പ്രതീക്ഷിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ മുന്നിൽ കണ്ട് റെക്കോർഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നത് വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. 1,30 ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച പാലത്തിന്റെ അപ്രോച്ച് റോഡിലെ കയറ്റവും ഇറക്കവുമാണ് ഭക്തർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. പടി ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ പ്രായമായൊന്നും കയറാൻ കഴിയുന്നില്ല. പടി കയറി വരണ്ടേ, ഇത് ഭയങ്കര ബുദ്ധിമുട്ട്. അത് തന്നെയായിരിക്കും നല്ലത്. അവിടുത്തെ കയറുന്ന മാതിരി തന്നെ ഇവിടേക്കും കയറ്റായിരുന്നു. നല്ലോണം കുറച്ചും കൂടി സ്മൂത്തായിരുന്നു വെച്ചാൽ ഇറങ്ങി വരുമ്പോൾ കുറച്ചൊരു സുഖം ഉണ്ടായിരുന്നു. കയറ്റം ഇറങ്ങിയതിനു ശേഷം 150ലധികം പടികൾ കയറുന്നതാണ് യാത്രയിൽ ഏറെ കഠിനമായിട്ടുള്ളത്. പ്രായമേറിയവർക്ക് ഈ വഴിയിലൂടെയുള്ള യാത്ര അത്ര സുഖകരമായിരിക്കില്ല. ഭക്തജനങ്ങളെ ഇതുവഴി തിരിച്ചുവിടാൻ ദേവസ്വം അധികൃതർ മൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ആരും ഇത് ശ്രദ്ധിക്കാറില്ല. മകരവിളക്ക് ആകുമ്പോഴെങ്കിലും പാലത്തിൽ തിരക്കേറുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം അധികൃതർ. വല്ലപ്പോഴും കടന്നുപോകുന്ന ഈ ഭക്തന്മാരാണ് ബെയിലി പാലം അനാഥമല്ലെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ബെയിലി പാലത്തിൽ നിന്നും ക്യാമറമാൻ അജിത് മാധവനൊപ്പം രാജേഷ് കോയിക്കൽ, ഇന്ത്യ വിഷൻ. പുണ്യപാപങ്ങളുടെ ചുമടായ ഇരുമുടിക്കെട്ടുമേന്തി അയ്യപ്പന്മാർ മല കയറുമ്പോൾ അവശ്യ സാധനങ്ങളുടെ കെട്ടുമായി കഴുതകൾ സഞ്ചരിക്കുന്ന അപൂർവ കാഴ്ചയാണ് ശബരിമലയിലേത്. മണ്ഡലകാലത്ത് 500ലധികം കഴുതകളെയാണ് ചുമടെടുക്കുന്നതിനായി തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിലെത്തിക്കുന്നത്. ശർക്കര, കുപ്പിവെള്ളം, കൊപ്ര അങ്ങനെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം ദുർഘടം പിടിച്ച പാതയിലൂടെ കൊണ്ടുവരുന്ന കഴുതകൾക്ക് വേണ്ടത്ര പരിചരണമോ ഭക്ഷണമോ നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും യജമാനന്റെ കയ്യിലെ വടിയുടെയും കല്ലിന്റെയും വീരമറിയുന്ന കഴുതകൾ ഒന്നുറക്കെ കരയാൻ വരെ മറന്നുപോയിരിക്കുന്നു. കാനനപാതയിൽ ഇവയുടെ ചാണകവും മൂത്രവും ഉണ്ടാക്കുന്ന മലിനീകരണം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി അയ്യപ്പന്മാർ പറയുന്നു. We are finding very difficult in walking here because all the donkeys are walking and we are also walking with them. അതേസമയം ഇവയെ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്ന് ചില അയ്യപ്പന്മാർ പറയുന്നുണ്ട്. എന്നാൽ ഈ മിണ്ടാപ്രാണിക്ക് ശബരിമലയിലെ വിശ്വാസങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് മറ്റു ചിലരും വാദിക്കുന്നു. 2004 ഇവയെ നിരോധിക്കാൻ നീക്കം നടന്നെങ്കിലും പ്രശ്നവിധി എതിരായതിനാൽ ഇത് വിജയിച്ചില്ല. അയ്യപ്പന്റെ അമ്പലവും അയ്യപ്പനോടനുബന്ധിച്ചുള്ള പഴയ ബിൽഡിങ്ങുകളും ഈ ശബരിമലയുടെ പുരോഗതിക്ക് വേണ്ടി എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഈ കഴുതകളാണ്. അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ ഓരോ ജീവജാലങ്ങൾക്കും അതിന്റേതായ സ്ഥാനമുണ്ട്. അതിനാൽ കഴുതകൾക്ക് സംരക്ഷണം നൽകാൻ പ്രത്യേക സംവിധാനം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. നോക്കുകൂലി എന്തെന്നറിയാത്ത, ചുമട്ടുകൂലി എന്തെന്നറിയാത്ത ഈ കഴുതകൾക്ക് മണ്ഡലകാലം പീഡനകാലം തന്നെയാണ്. പക്ഷേ ശബരിമലയിലെ വിശ്വാസങ്ങളുമായി ഇവയ്ക്ക് അടുത്ത ബന്ധമുള്ളതിനാൽ ഇവയെ നിരോധിക്കാനും കഴിയില്ല. കാനനപാതയിൽ നിന്നും ക്യാമറമാൻ അജിത് മാധവനൊപ്പം രാജേഷ് കോയിക്കൽ, ഇന്ത്യ വിഷൻ. ഒറ്റനോട്ടത്തിൽ ഇതൊരു കുറ്റിക്കാടോ കൊപ്രാക്കളമോ ആണെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ 1983 ലക്ഷങ്ങൾ ചെലവഴിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർമ്മിച്ച ഹെലിപ്പാഡാണിത്. വനം വകുപ്പിന്റെ 1/2 ഏക്കറോളം സ്ഥലത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശബരിമല സന്ദർശനത്തിന് വേണ്ടിയാണ് ഹെലിപ്പാഡ് നിർമ്മിച്ചത്. സന്നിധാനത്ത് നിന്ന് 2 കിലോമീറ്റർ അകലത്തിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തായിരുന്നു ഹെലിപ്പാഡ്. പ്രതലം ടാറിട്ട് ബലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇന്ദിരാഗാന്ധി യാത്ര ഉപേക്ഷിച്ചതോടെ ഹെലിപ്പാഡ് അനാഥമായി. നോക്കാൻ ആളില്ലാതായതോടെ ഇവിടം കാട് കയറി നശിച്ചു. പിന്നീട് ഒരു ഭാഗം കൊപ്രയുണക്കാനുള്ള സ്ഥലമായി മാറി. ദേവസ്വം ബോർഡ് ഈ ഹെലിപ്പാഡ് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് പിന്മാറേണ്ടി വന്നു. ശബരിമലയിൽ ഒരു സ്ഥിരം ഹെലിപ്പാഡ് വേണമെന്നത് ദേവസ്വം ബോർഡിന്റെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു. അത്യാഹിതങ്ങളുണ്ടായാൽ ഇത് ഉപകരിക്കുമെന്ന് ബോർഡ് അധികൃതർ പറയുന്നു. ശബരിമലയിൽ ഒരു ഹെലിപ്പാഡ് വേണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം. കാരണം അത്യാസന്ന നിലയിലുള്ള എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അടുത്ത സ്റ്റേഷനിൽ എത്തിക്കാൻ വേണ്ടി ഒരു ഹെലികോപ്റ്ററിന്റെ സേവനം നമുക്ക് ലഭ്യമായാൽ അത് വളരെയധികം ഉപകരിക്കും. നിലവിൽ നിലയ്ക്കലിൽ ഒരു ഹെലിപ്പാഡ് ഉണ്ടെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതിന്റെ പ്രയോജനം വേണ്ടത്ര ലഭിക്കില്ലെന്നുറപ്പാണ്. പുൽമേട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് MR ഹരിഹരൻ നായർ കമ്മീഷന്റെ ശുപാർശകളിലൊന്ന് ശബരിമലയിൽ ഹെലിപ്പാഡ് നിർമ്മിക്കണമെന്നതായിരുന്നു. ഓരോ മണ്ഡലകാലത്തിന്റെ മുന്നൊരുക്കങ്ങളിലും ഹെലിപ്പാഡ് സംബന്ധിച്ച ചർച്ചകൾ സജീവമാകുമെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടാകാറില്ല. ഹെലിപ്പാഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായില്ലെങ്കിലും ഇവിടം കൊപ്രാപ്പാടായി ഉപയോഗിക്കാൻ കഴിഞ്ഞതിൽ നമ്മുടെ അധികാരികൾക്ക് അഭിമാനിക്കാം. ശരംകുത്തിയിലെ ഹെലിപ്പാഡ് പോലുള്ള ഈ കൊപ്രാപ്പാഡിൽ നിന്നും ക്യാമറമാൻ അജിത് മാധവനൊപ്പം രാജേഷ് കോയിക്കൽ, ഇന്ത്യ വിഷൻ.
ഐതിഹ്യങ്ങളിലെ പുണ്യനദിയായ പമ്പ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് മാലിന്യങ്ങൾ പേറിയ കാളിന്തിയായിരുന്നു. പമ്പാ സ്നാനത്തിന് ശേഷം മണൽപ്പുറത്ത് വിരിവെച്ച് സദ്യയൊരുക്കുകയും വിളക്ക് കൊളുത്തുകയും ചെയ്തിരുന്ന ഭക്തർ തന്നെയായിരുന്നു നദിയെ മലിനമാക്കിയത്. മാലിന്യം മൂലം മാരകമായ ബാക്ടീരിയകളുടെ സാന്നിധ്യം വെള്ളത്തിൽ കൂടി വന്നതോടെ അധികൃതർ പമ്പയെ രക്ഷിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലേർപ്പെട്ടു. 2003 18 കോടി രൂപയുടെ പമ്പ ആക്ഷൻ പ്ലാനിന് സർക്കാർ രൂപം നൽകി. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയായ പമ്പയുടെ ശുചീകരണത്തിനായി ശബരി തടത്തിൽ മാത്രം വിഭാവന ചെയ്തത് 2.78 കോടി രൂപയുടെ പദ്ധതികളാണ്. ആദ്യഘട്ട നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയതും സ്നാനത്തിന് ശേഷം കറുപ്പുമുണ്ട് പമ്പയിൽ ഒഴുക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതും ഒരു പരിധിവരെ നദിയെ മലിനമാകുന്നതിൽ നിന്നും രക്ഷിച്ചു. മുണ്ട് ഒഴുക്കിവിടുന്നത് തുടരുന്നുണ്ടെങ്കിലും ഇവ അപ്പോൾ തന്നെ എടുത്തുമാറ്റുന്നതും ഗുണകരമായി. ഇന്നിപ്പോ നല്ല വൃത്തിയുണ്ട്, ഒന്നും മാലിന്യങ്ങളൊന്നും നിൽക്കുന്നില്ല, ഒക്കെ കുത്തൊഴുക്കായിട്ട് പോകുന്ന ഇപ്പൊ സുഖമാണ് കുളിക്കാൻ, സുഖമായിട്ട് മുങ്ങി കുളിക്കാനൊക്കെ ഇപ്പൊ സുഖമാണ്. 20 വർഷത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. ആ വന്നതിനേക്കാളും ഒരുപാട് വികസനങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നല്ല വൃത്തിയാണ്, പുഴയിൽ ഇപ്പോൾ കുളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഭക്തജനങ്ങൾക്ക് നല്ല ഒരു വൃത്തിയായിട്ട് കുളിച്ചിട്ട് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പം ഈശ്വരന്റെ സഹായം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പരിസര ശുചിത്വത്തിൽ സന്നദ്ധ പ്രവർത്തകർ പുലർത്തുന്ന ജാഗ്രതയും പമ്പാതീരത്ത് വിരിവയ്ക്കാൻ ഭക്തർക്ക് പ്രത്യേക സൗകര്യമൊരുക്കിയതും നദിയെ മാലിന്യ വിമുക്തമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഇതിനെല്ലാം പുറമെ ഭക്തരിൽ ഉടലെടുത്ത തിരിച്ചറിവും ഗുണകരമായി. ശബരിമലയുടെ പുണ്യമാവാഹിച്ച് പമ്പാ നദി ഇതുപോലെ നിലയ്ക്കാതെ ഒഴുകണമെങ്കിൽ അടുത്ത മണ്ഡലകാലത്തിന് മുമ്പെങ്കിലും പമ്പ ആക്ഷൻ പ്ലാൻ പരിപൂർണമായും നടപ്പാക്കിയേ മതിയാകൂ. പമ്പയിൽ നിന്നും ക്യാമറമാൻ അജിത് മാധവനൊപ്പം രാജേഷ് കോയിക്കൽ, ഇന്ത്യ വിഷൻ. യാത്രയിൽ കുപ്പിവെള്ളം കരുതുന്ന മലയാളിയുടെ ശീലം മറ്റുള്ളവരും അനുകരിച്ചു തുടങ്ങിയതോടെ ശബരിമലയിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കുമിഞ്ഞുകൂടുകയാണ്. കാനനപാതയിൽ മിക്കയിടത്തും സൌജന്യമായി ചുക്കുവെള്ളവും കരിങ്ങാലി വെള്ളവും ലഭിക്കുമെങ്കിലും തീർത്ഥാടനത്തിനെത്തുന്നവർ പമ്പയിൽ നിന്നും കുപ്പിവെള്ളം വാങ്ങിയാണ് മല കയറുന്നത്. ഉപയോഗശേഷം വലിച്ചെറിയുന്ന ഈ കുപ്പികൾ നടപ്പന്തലിനടുത്തും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്ക് സമീപവും കൂട്ടിയിട്ടിരിക്കുന്നത് പതിവ് കാഴ്ചയാണ്. മാലിന്യ സംസ്കരണ പ്ലാന്റിലെത്തുന്ന കുപ്പികൾ ഇവിടുത്തെ തൊഴിലാളികൾ മാറ്റിയിടുകയോ ചാക്കിൽ നിറച്ചുവെക്കുകയോ ചെയ്യും. കുപ്പികൾ ശേഖരിക്കാൻ ദേവസ്വം ബോർഡ് 2 കമ്പനികളെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണിത്. എന്നാൽ മണ്ഡലക്കാലം തുടങ്ങി നാളിതുവരെയായിട്ടും കുപ്പികൾ ശേഖരിക്കാൻ ഇവർ എത്താത്തതാണ് പ്ലാസ്റ്റിക് മാലിന്യം പെരുകാൻ കാരണം. നിലയ്ക്കൽ ടു മരക്കൂട്ടം വരെ കൺസ്യൂമർ ഫെഡിനും മരക്കൂട്ടം ടു ശബരിമല ഏരിയ മൊത്തം ഈ ലക്ഷ്മി വാട്ടർ പ്രോഡക്ട്സിനാണ് ഇത് ക്ലീൻ ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ചുമതലയിൽ അവർ ഇത് കംപ്ലീറ്റ് ദിവസവും നീക്കണമെന്നാണ്. ഇതിപ്പം ഒരു ഭക്തൻ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ ശരി തന്നെ ഭക്തൻ വീട്ടിൽ കൊണ്ടുവന്ന് വേറെ അപ്പോൾ ഏത് കമ്പനിയുടെ ആയാലും ഈ കമ്പനിക്കാരൻ മാറ്റണമെന്നാണ്. പോലീസും ദേവസ്വം ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടപ്പാക്കുന്ന പുണ്യം പൂങ്കാവനം പദ്ധതി വിജയകരമായി മുന്നേറുന്നതിനിടെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭീഷണി ഉയർത്തുന്നത്. അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്തില്ലെങ്കിൽ വന്യജീവികൾക്കും പരിസ്ഥിതിക്കും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കുന്നോളം കുമിഞ്ഞുകൂടുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇല്ലാതാകണമെങ്കിൽ ഭക്തരുടെ മനോഭാവം മാറിയേ തീരൂ. ശബരിമലയിൽ നിന്നും ക്യാമറമാൻ അജിത് മാധവനൊപ്പം രാജേഷ് കോയിക്കൽ, ഇന്ത്യ വിഷൻ. പമ്പയിലും ശബരിമലയിലും ഡിസംബർ 1 മുതൽ സുരക്ഷ ശക്തമാക്കണമെന്ന് നേരത്തെ ഇന്റലിജൻസ് വിഭാഗം പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ ബാബറി മസ്ജിദ് ദിനാചരണവും കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കണമെന്ന നിർദ്ദേശവും പോലീസിന് മുമ്പാകെ ഇന്റലിജൻസ് വിഭാഗം വച്ചിരുന്നു. കർശന പരിശോധനകൾക്ക് ശേഷമാണ് സന്നിധാനത്തും പരിസരത്തും ഭക്തന്മാരെ കടത്തിവിടുന്നത്. പമ്പ ഗണപതി കോവിലിനടുത്തും ശബരിമലയിൽ നടപ്പന്തലിലും സ്ഥാപിച്ചിരിക്കുന്ന മെറ്റൽ ഡിറ്റക്ടറുകൾ വഴി കടത്തിവിട്ടാണ് ഭക്തരെ 18ാം പടി കയറാൻ അനുവദിക്കുന്നത്. ഭക്തരുടെ ബാഗുകളും ഇരുമുടിക്കെട്ടുകളും സ്കാനറുകളിലൂടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. സന്നിധാനത്തിന് മുന്നിൽ വിരിവെക്കാനോ നെയ്ത്തേങ്ങ ഉടയ്ക്കാനോ ഭക്തരെ അനുവദിക്കുന്നില്ല. വിരിപ്പന്തലിലോ സന്നിധാനത്തിന് നിശ്ചിത അകലത്തിലോ വിരിവെക്കാൻ മാത്രമാണ് അനുവാദമുള്ളത്. വനത്തിനുള്ളിലേക്കുള്ള പ്രവേശനം തടഞ്ഞിട്ടുണ്ട്. നിർദ്ദിഷ്ട മാർഗത്തിലൂടെയല്ലാതെ ആരെയും സന്നിധാനത്തേക്ക് കടത്തിവിടുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വനപാലകരുടെയും സഹായം പോലീസ് തേടിയിട്ടുണ്ട്. വരുന്ന അയ്യപ്പന്മാരെല്ലാം നിർബന്ധമായും ക്യൂ പാലിച്ചുകൊണ്ട് എല്ലാവരെയും നമ്മളെ സുരക്ഷ പരിശോധന അകത്തുകൂടി അതിൻ്റെ കീഴിൽ കടത്തിവിടുകയുള്ളൂ. അല്ലാതെ പോയി കൂട്ടം ഈ വേറെ അനധികൃതമായ നുഴഞ്ഞു കയറിയും അല്ലാതെയും വരുന്ന ആരെയും അനുവദിക്കുകയില്ല. നിലവിൽ 13 ഡിവൈഎസ്പിമാരും 27 സർക്കിൾ ഇൻസ്പെക്ടർമാരും 80 എസ്ഐമാരും 850 കോൺസ്റ്റബിൾമാരുമാണ് ശബരിമലയിൽ ഡ്യൂട്ടിയിലുള്ളത്. സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിലെ 350 പേരും സന്നിധാനത്തുണ്ട്. ഇവരെ കൂടാതെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, NDRF, കമാൻഡോസ് എന്നിവരും ആയുധധാരികളായി സന്നിധാനത്തും പരിസരത്തുമുണ്ട്. ബോംബ് സ്ക്വാഡിന്റെ പരിശോധന സ്ഥിരമായി സന്നിധാനത്ത് നടക്കുന്നുണ്ട്.
കഴുതപ്പുറത്തും ട്രാക്ടറുകളിലും കൊണ്ടുവരുന്ന ചരക്കുകൾ പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. സന്നിധാനം, മരക്കൂട്ടം, ശരംകുത്തി, പമ്പ എന്നിവിടങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തിരിച്ചറിയൽ കാർഡുകൾ നിർബന്ധമാക്കി. പമ്പയിൽ പാർക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ പഴുതുകളടച്ചുള്ള സുരക്ഷാ സംവിധാനമാണ് ഇക്കുറിയും ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. സന്നിധാനത്തു നിന്നും ക്യാമറമാൻ അജിത് മാധവനൊപ്പം രാജേഷ് കോഴിക്കൽ, ഇന്ത്യ വിഷൻ. മലകയറ്റം അയ്യപ്പന്മാർക്ക് മാത്രമല്ല കഠിനമായിട്ടുള്ളത്. സന്നിധാനത്തേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കുന്ന ഈ ഡ്രൈവർമാർക്കും ഈ യാത്ര കഠിനം തന്നെ. സന്നിധാനത്തേക്ക് ഉപ്പു മുതൽ കർപ്പൂരം വരെ കൊണ്ടുപോകുന്ന ഈ വാഹനങ്ങളിലെ ഡ്രൈവർമാർ സാഹസികരല്ല. ജീവിക്കാൻ വേണ്ടി സാഹസികരായി തീർന്നവരാണിവർ. തോടുപോലെയുള്ള റോഡിലൂടെ ട്രാക്ടറിലെ യാത്ര അത്യന്തം അപകടം പിടിച്ചതാണ്. ആടിയുലഞ്ഞ് ഒരു ഉടുമ്പിനെ പോലെ പാറയിലും ചളിയിലും അള്ളിപ്പിടിച്ച് മുന്നേറുന്ന ട്രാക്ടറുകൾ ഓടിക്കാൻ ഡ്രൈവർമാർക്ക് കഴിവിനേക്കാൾ ഉപരി മനക്കട്ടിയും വേണം. 6 കിലോമീറ്ററുള്ള പാതയിൽ 15ഓളം കൊടും വളവുകളും അതിലധികം കയറ്റങ്ങളുമുണ്ട്. ഇതിനു പുറമെ അപകടം പതിയിരിക്കുന്ന അഗാധ കൊക്കകളും റോഡിന്റെ വശങ്ങളിലുണ്ട്. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് 1 മാസം മുമ്പ് ദേവസ്വം അധികൃതർ റോഡിൽ പാറക്കഷ്ണങ്ങൾ പാകി മണ്ണിട്ട് മൂടിയിരുന്നു. എന്നാൽ മഴ പെയ്തതോടെ ഇവിടം ചെളിക്കുളമായി. ഇതോടെ പലയിടങ്ങളിലും വെച്ച് വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പതിവായി. റിസ്ക്കാണ് ഭയങ്കരമായിട്ട്. എന്താണെന്ന് വെച്ചാൽ റോഡ് ഇതുപോലെ വഴി കിടക്കുകയാണ്. നമ്മളെ അത്രയും കഷ്ടപ്പെട്ടാണ് മേളിൽ കയറുന്നത്. ഓരോ ട്രിപ്പും കയറുമ്പോഴും അതേപോലെ കഷ്ടപ്പെട്ട മേളിൽ കയറും. മറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മരണം താഴെ മറിഞ്ഞ് അതിപ്പോ ഞങ്ങൾ നൂറ്റിട്ട് രാവിലെ കയറി വന്നത്. റോഡിലെ വഴക്കലുള്ള സ്ഥലങ്ങളിൽ വാഹനത്തിലിരുന്ന് കരിങ്കൽ പൊടി വിതറിയാണ് ഡ്രൈവർ വാഹനം നിയന്ത്രിക്കുന്നത്. ഇതിനിടെ മലയിറങ്ങി വരുന്ന അയ്യപ്പന്മാർക്കും കഴുതക്കൂട്ടങ്ങൾക്കും വഴിയൊരുക്കി കൊടുക്കുകയും വേണം. ഇതുവഴി സ്ഥിരം യാത്ര ചെയ്യുന്നതിനാൽ മണ്ഡലകാലം കഴിയുന്നതോടെ ഡ്രൈവർമാരും സഹായികളും രോഗികളായിത്തീരും. ഈ ദുരിതയാത്ര തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ ഇവർക്കത് വീണ്ടും നാളെയും തുടരേണ്ടി വരും. ശബരിമല അയ്യപ്പൻ റോഡിൽ നിന്നും ക്യാമറമാൻ അജിത് മാധവനൊപ്പം രാജേഷ് കോഴിക്കൽ, ഇന്ത്യ വിഷൻ.